Hi dears, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബികോം FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഒരു തിയറി ബേസ്ഡ് മൊഡ്യൂളാണ്. സ്റ്റാറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് തിയറിയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. ഈ ഒരു പേപ്പറിൻ്റെ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിലും എന്തുണ്ട്, പ്രോബ്ലംസ് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രാധാന്യം നൽകുക. തിയറീസ് പഠിച്ചാൽ തന്നെ ഏകദേശം നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. ആ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് താഴെ നൽകിയിട്ടുണ്ട്. ആ സിലബസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ സിലബസിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത്. എല്ലാവരും ചെറിയ ക്ലാസ്സിലേക്ക് കേട്ട് പഠിച്ചുള്ള ടേം തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണിത് സ്റ്റാറ്റിസ്റ്റിക്സ്. ദാറ്റ് ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലേ, ഏതിനെയും കുറിച്ചുള്ള കുറച്ച് ഡാറ്റകൾ. ആ ഡാറ്റയെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ആ കളക്ഷന് 2 സോഴ്സ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഡാറ്റയുണ്ട്, ഒന്ന് സെക്കൻഡറി ഡാറ്റയുണ്ട്. അപ്പോൾ പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ടോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം അത് പ്രസൻറ്റ് ചെയ്യുന്നു. ആ ഡാറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം ലാസ്റ്റ് ഫൈനലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇത്രയും വരുന്ന പ്രോസസ്സാണെന്ത്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതൊക്കെയാണ്? കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വൈഡ് പോപ്പുലർ ഡെഫിനേഷൻ നോക്കാം. According to Horace Seacrest, statistics are aggregates of facts affected to a marked extent by multiplicity of causes, numerically expressed, enumerated, or estimated according to reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെഫിനേഷനാണ്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നിങ്ങൾ കാണുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള ഡെഫിനേഷനായി തോന്നും. പക്ഷേ ഇതിലെ ഓരോന്നും ഓരോ ഫീച്ചേഴ്സാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്റ്റ്. അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഡിവിജ്വൽ ഫാക്ട്സ് ഡസ് നോട്ട് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു കുട്ടിയുടെ മാർക്ക് അതെന്തല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളുടെ മാർക്ക് കളക്ട് ചെയ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ഒരു കുട്ടിയുടെ മാർക്ക് മാത്രം എന്തല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്റ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ ഫാക്റ്റിനെ അല്ല. അഫക്റ്റഡ് ടു എ മാർക്കഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡാറ്റയെ ഒരുപാട് കോസ് എന്ത് ചെയ്യും, അതിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷയ്ക്ക് 60 മാർക്ക് കിട്ടി. ആ 60 മാർക്ക് കിട്ടാൻ ആ കുട്ടിയുടെ പഠനം മാത്രമല്ല മറ്റു സാഹചര്യങ്ങളും ടീച്ചറുടെ കാര്യങ്ങളും ഓരോന്നും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഡാറ്റയെ എന്തുണ്ട്, മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നെക്സ്റ്റാണ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്പറിൻ്റെ രീതിയിലാണ്, ന്യൂമറിക്കലി ആണ്, ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി, ഗുഡ് ബാഡ് സ്റ്റാറ്റി അല്ല. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സെക്കൻഡ് റാങ്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്,
ഒന്ന് രണ്ട്. അപ്പോൾ ന്യൂമറിക്കലി ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് അക്യുറസി. നമ്മൾ സ്റ്റാറ്റിയിലെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% എന്തല്ല അക്യുറസി ഇല്ലതല്ല, ഒരു റീസണബിൾ സ്റ്റാൻഡേർഡ് വരെയുമേ എന്തുള്ളൂ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അക്യുറസി ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് മാനറിലൂടെയാണ്. ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്, ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത്. ആൻഡ് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ, അത് ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡെഫിനിഷന് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഇവിടെ വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ സിലബസിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ വരുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. കൺവേർട്ട് കോംപ്ലക്സ് ആൻഡ് ലാർജ് ഡാറ്റ ഇൻറ്റു സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഒരു ലാർജ് വോളിയം ഓഫ് ഡാറ്റയെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഇപ്പോൾ ടേബിളിൻ്റെ സഹായത്തോടെയോ ചാർട്ടിൻ്റെ സഹായത്തോടെയോ ആ ഡാറ്റയെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷനാണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ. സെക്കൻഡ് ആണ് പ്രസൻറ്റേഷൻ ഓഫ് ഫാക്റ്റ്. ഫാക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. യൂസസ് ഗ്രാഫ്സ്, ഡയഗ്രാം ആൻഡ് ചാർട്ട് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ ക്ലിയർലി. നമ്മൾ ഗ്രാഫുകളും ഡയഗ്രാംസും ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡാറ്റയെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സ്റ്റാറ്റി സഹായിക്കുന്നു. ഇപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ, 2 പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. മൂന്നാമത്തെ ഫങ്ഷനാണ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. 2 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 2 വ്യക്തികളെ പല രീതിയിലും കമ്പയർ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. ഹെൽപ്സ് കമ്പയർ പെർഫോമൻസ് അക്രോസ് ടൈം, റിലീജിയൻ ഓർ ഫേംസ്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മുടെ റീജിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേമിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കമ്പയർ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. നെക്സ്റ്റ് ഫങ്ഷനാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റകൾ അനാലിസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡാറ്റകൾ അനാലിസ് ചെയ്യാൻ സഹായിക്കും. ഏതൊക്കെയാണ് പ്രധാനമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള്? മീന്, മീഡിയന്, കോറിലേഷന്, ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പഠിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, അല്ലേ? ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രമാത്രം സെയിൽസ് നടക്കും. അതുപോലെ തന്നെ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ. പ്രൊവൈഡ് എ സയൻറ്റിഫിക് ബേസ് ഫോർ മാനേജ് ഡിസിഷൻസ്, അല്ലേ? ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. റിസ്ക് മെഷർമെൻറ്റ്, അസിസ്റ്റ് ഇൻ അസ്യൂമിങ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാനും എന്താണ് അതിൻ്റെ കാരണം മനസ്സിലാക്കാനും അത് കുറക്കാനും എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അപ്പോൾ ഫങ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 7 പോയിൻ്റാണ് ഫങ്ഷൻസിൽ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആർ സിസ്റ്റമാറ്റിക് ടെക്നിക് യൂസ്ഡ് ടു കളക്ട്, ഓർഗനൈസ്, പ്രസൻറ്റ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, അല്ലെ, ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. സിസ്റ്റമാറ്റിക്കായ രീതിയിൽ കളക്ട് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക് പഠനമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ, ആ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാൻ, അതിനെ പ്രസൻറ്റ് ചെയ്യാൻ, അതിനെ അനാലിസ് ചെയ്യാൻ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ
നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളെയും ടെക്നിക്കുകളെയും പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ദേ കൺവേർട്ട് റോ ഡാറ്റ ഇൻറ്റു മീനിങ് ഇൻഫർമേഷൻ. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഒരു റോ ഡാറ്റയെ നമുക്ക് എന്തിലേക്ക് മാറ്റുന്നു? ഒരു മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് മാറ്റുന്നു. പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണുള്ളത്. ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, മറ്റൊന്ന് ഇൻഫറൻഷ്യൽ മെത്തേഡ്. അപ്പോൾ 2 മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവും മറ്റൊന്ന് ഇൻഫറൻഷ്യൽ മെത്തേഡും. അതിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് യൂസ്ഡ് ടു കളക്ട്, ഓർഗനൈസ്, സമ്മറൈസ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ ഇൻ എ മീനിങ് വേ. അപ്പോൾ ഒരു ഡാറ്റയെ മീനിങ് വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണിത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. ദ ഡിസ്ക്രൈബ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഡാറ്റയുടെ സ്വഭാവം കൃത്യമായിട്ട് കാണിക്കുന്നു. ഡിസ്ക്രൈബ് ദി ക്യാരക്ടർ, ഈ ഒരു മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ വിത്തൗട്ട് ഡ്രോവിങ് കൺക്ലൂഷൻ ബിയോണ്ട് ദി ഡാറ്റ. നമ്മൾ ഒരു കൺക്ലൂഷനൊക്കെ ഇതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുക. അതിനാണ് ഇത് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡാണിത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് വരുന്നത്. ഒന്ന് യൂണിവേരിയറ്റ് അനാലിസിസ്, 2 ബൈവേരിയറ്റ് അനാലിസിസ്, 3 മൾട്ടി വേരിയറ്റ് അനാലിസിസ്. അതിൽ ഫസ്റ്റ് യൂണിവേരിയറ്റ് അനാലിസിസ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് യൂണി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ സിംഗിൾ എന്നുള്ള അർത്ഥമാണ്. അവിടെ ഒരൊറ്റ വേരിയബിൾസിനെ കുറിച്ചേ പഠിക്കുള്ളൂ. യൂണിവേരിയറ്റ് അനാലിസിസ് ഈസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓഫ് എ സിംഗിൾ വേരിയബിൾ ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് കാറ്റഗറീസ്. അപ്പോൾ കാറ്റഗറീസ് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി സിംഗിൾ വേരിയബിൾ വെച്ചിട്ടുള്ള അനാലിസിസ് പറഞ്ഞ പേരാണ് യൂണിവേരിയറ്റ് അനാലിസിസ്. ഈ ഒരു അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ, സെൻട്രൽ വാല്യൂ, വേരിയേഷൻ. 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് സെൻട്രൽ വാല്യൂ, മൂന്നാമത് വേരിയേഷൻ. ഇനി എക്സാമ്പിളാണ് യൂണിവേരിയറ്റ് അനാലിസിൻ്റെ എക്സാമ്പിളാണ് മാർക്ക് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, അത് യൂണിവേരിയറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഒരു മാർക്കറ്റിലെ ഗുഡ്സിൻ്റെ പ്രൈസും ഡിമാൻഡും യൂണിവേരിയറ്റ് അനാലിസിസ് ആണ്. സെക്കൻഡ് ടൈപ്സ് ആണ് ബൈവേരിയറ്റ് അനാലിസിസ്. ബൈവേരിയറ്റ് അനാലിസിസ് ഈസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് 2 വേരിയബിൾ. ഇവിടെ എത്ര വേരിയബിൾ ആണ്? ബൈ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ 2 വേരിയബിൾ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ. അപ്പോൾ 2 വേരിയബിളാണ് ബൈവേരിയറ്റ് അനാലിസിസിൽ വരിക. ഇത് ഫോക്കസ് ചെയ്യുന്നത് അസോസിയേഷന്, കോറിലേഷന്, കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ബേസിക് ലെവലാണ്. അപ്പോൾ യൂണിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേരിയബിൾ ആണ്. ബൈവേരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വേരിയബിൾ ആണ്. തേർഡാണ് മൾട്ടി വേരിയറ്റ് അനാലിസിസ്. മൾട്ടി വേരിയറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മോർ ദാൻ 2 വേരിയബിൾസ്. ഇവിടെ എന്തുണ്ട്? 2ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ട്. സൈമൾട്ടേനിയസ്ലി ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് റിലേഷൻ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു കോംപ്ലക്സ് റിലേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് വേരിയബിൾ ആണ്. 2 ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സും മറ്റൊന്ന് കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് വേരിയബിളും. എക്സാമ്പിളാണ് സെയിൽസ് അഫക്റ്റഡ് ബൈ പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ് അല്ലേ? നമ്മൾ ഒരു സാധനം വിൽക്കുക എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ബാധിക്കും? അതിൻ്റെ വില ബാധിക്കും, ഇൻകംസ് ബാധിക്കും, ദെൻ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ അത്രമാത്രം പരസ്യം ചെയ്തിട്ടുണ്ട് അതും ബാധിക്കും. അപ്പോൾ 3
ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് പറഞ്ഞത്. ഒന്ന് യൂണിവേറ്റ് സിംഗിൾ വേരിയബിൾ ആണ്, രണ്ട് ബൈവേരിയറ്റ് ടു വേരിയബിൾ ആണ്, മൂന്ന് മൾട്ടിവേരിയറ്റ് മൾട്ടിപ്പിൾ വേരിയബിൾ അതായത് മോർ ദാൻ ടു വേരിയബിൾ ആണ്. നെക്സ്റ്റ് അതർ ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ 3 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. ഒന്ന് യൂണിവേറ്റ് അനാലിസിസ്, 2 ബൈവേറ്റ് അനാലിസിസ്, 3 മൾട്ടിവേറ്റ് അനാലിസിസ്. ഇനി ഇതിന് പുറമെ മറ്റു കുറേ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഏരിയ ആണ്. അതിൽ ഒന്നാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയും. ഇവിടെ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. ഒന്നാണ് മീനാണ് നമ്മൾ പൊതുവെ ആവറേജ് എന്ന് പറയാറുള്ളത്. അല്ലെ, മീൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു 10 സംഖ്യ ഉണ്ട്. ആ 10 സംഖ്യ നിന്നു നമ്മൾ കൂട്ടുന്നു ഡിവൈഡ് ബൈ 10 അല്ലേ. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണെന്ത്? മീൻ. ദെൻ മീഡിയൻ മിഡിൽ വാല്യൂ ആണ്. ഒരു സീരീസിലെ ഏറ്റവും മിഡിലായിട്ട് വരുന്ന വാല്യൂവിനെ പറഞ്ഞ പേരാണെന്ത്? മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ്. ഇപ്പോൾ ഒരു സീരീസ് 2 3 6 2 6 2 ഈ ഒരു സീരീസിലെ മോഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇവിടെ 2 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 ആണെന്ത്? മോഡ്. നെക്സ്റ്റ് ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ എന്നിങ്ങനെ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണുള്ളത്. നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്ന് പറയും. ഇവിടെ വരുന്നത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ മൈനസ് ലോ വാല്യൂ ആണ്. എന്താണ്? എച്ച് മൈനസ് എൽ ആണെന്ത്? റേഞ്ച്. ദെൻ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡിയുടെ സ്ക്വയർ ആണെന്ത്? വേരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ മീൻ ഡീവിയേഷൻ. ഇതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് ഷേപ്പ്. ഇവിടെ 2 ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡാണുള്ളത്. ഒന്ന് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സിമട്രി ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും കൃത്യമായിട്ട് ആ ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയാണ് നോർമൽ കർവ്. ഈ ഒരു നോർമൽ കർവ് ഒന്നില്ലെങ്കിൽ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, ആ നോർമൽ കർവിന് എതിരെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമട്രി ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് സ്ക്യൂനെസ്. എന്താണ് സ്ക്യൂനെസ് പറഞ്ഞാൽ? ലാക്ക് ഓഫ് സിമട്രി ആണ്. നെക്സ്റ്റ് ആണ് കട്ടോസിസ്. എന്ന് പറഞ്ഞാൽ ഒരു കർവിൻ്റെ പീക്ക്നെസ്സും അതുപോലെ തന്നെ ഫ്ലാറ്റ്നെസ്സും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കർവ്, ഇപ്പോൾ കുട്ടോസിസ്, ഇങ്ങനെ ഈ ഒരു ഇതാണ് കുട്ടോസിസ്. ഇതിൻ്റെ പീക്കും അതുപോലെ തന്നെ ഫ്ലാറ്റും ഇതിനെ എന്ത് കാണിക്കുന്നത്? ഇതിൽ ചാഞ്ചാട്ടം ചെയ്തിരിക്കും, അതാണ് കുട്ടോസിസ്. അപ്പോൾ ഇവിടെ അതർ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ സെൻട്രൽ ടെൻഡൻസി പറഞ്ഞു, ഡിസ്പേഴ്സൺ പറഞ്ഞു, നെക്സ്റ്റ് മെഷർ ഷേപ്പിൽ സ്ക്യൂനെസ്സും കട്ടോസും പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ 2 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡും മറ്റൊന്ന് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും. അതിൽ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി വരുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആ ടെക്നിക് യൂസ്ഡ് ടു ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ ഡാറ്റ. ഈ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡ്രോ എ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയാണ്. നമ്മൾ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ നടത്തുന്ന സ്റ്റഡിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണിത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിയിങ് ഹോൾ പോപ്പുലേഷൻ, മൊത്തം പോപ്പുലേഷൻ പഠിക്കുന്നതിന് പകരം വി അനലൈസ് സാമ്പിൾ ആൻഡ് മേക്ക് ജനറേഷൻ അല്ലേ. അപ്പോൾ കേരളത്തിനെ കുറിച്ച് മൊത്തം പഠിക്കാൻ എന്ത് ചെയ്യാണ്? കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കുറഞ്ഞ സാമ്പിൾ എടുക്കുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. ഇവിടെ വരുന്ന കീ ആയിട്ടുള്ള ഐഡിയാസ് ആണ്. പോപ്പുലേഷൻ പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് മൊത്തം ഉണ്ടാവില്ല, ആ ഗ്രൂപ്പിൽ മൊത്തം വരുന്നതാണ് പോപ്പുലേഷൻ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്മാൾ പാർട്ട്, പോപ്പുലേഷൻ്റെ ഒരു ഭാഗം മാത്രമാണിത്, ചെറിയൊരു പാർട്ടാണിത് സാമ്പിൾ.
ഇൻഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ടു എലിമിനേറ്റ് ആൻഡ് ടെസ്റ്റ് യൂസിങ് സാമ്പിൾ ഡാറ്റ. ഈ ഇൻഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റ് ചെയ്യാനും ഒരു കാര്യം എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടെസ്റ്റ് യൂസിങ് സാമ്പിൾ ഡാറ്റ സാമ്പിൾ വെച്ചിട്ട് ഡാറ്റ ടെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. രണ്ട് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണത്. ഒന്ന് നൾ ഹൈപ്പോത്തസിസും മറ്റൊന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. അതിൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് H0. അപ്പോൾ നൾ ഹൈപ്പോത്തസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണിത് H0. A hypothesis that state there is no difference. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ ബന്ധം ഇല്ല എന്ന് കാണിക്കുന്ന ഹൈപ്പോത്തസിസ് ആണെന്ത് നൾ ഹൈപ്പോത്തസിസ്. നോ എഫക്റ്റ് അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ്. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്തില്ല, ബന്ധം ഇല്ല എന്ന് തെളിയിക്കുന്ന ഹൈപ്പോത്തസിസിന് പറഞ്ഞ പേരാണിത് നൾ ഹൈപ്പോത്തസിസ്. അതിൻ്റെ എക്സാമ്പിളാണ് നോ ഡിഫറൻസ് ഇൻ മീൻ. മീനിൽ എന്തില്ല, ഡിഫറൻസ് ഇല്ല. ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് എന്തില്ല, റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് കാണിക്കുന്ന ഹൈപ്പോത്തസിസ് ആണിത് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണിത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എനി ഹൈപ്പോത്തസിസ് അതർ ദാൻ നൾ ഈസ് കാൾഡ് ആൾട്ടർനേറ്റീവ് ആണ്. നള്ളല്ലാത്ത എല്ലാ ഹൈപ്പോത്തസിസും എന്തായിരിക്കും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് H1 ഓർ HA. കൂടുതൽ ഉപയോഗിക്കാറുള്ളത് H1 ആണ്. ഇറ്റ് ഷോ പ്രസൻസ് ഓഫ് എഫക്റ്റ് ഓർ റിലേഷൻഷിപ്പ്. ഇത് ഒന്നില്ലെങ്കിൽ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുന്നത്. എക്സാമ്പിളാണ് ദർ ഈസ് എ ഡിഫറൻസ്. അല്ലേ, രണ്ട് വേരിയബിൾ തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതുപോലെ തന്നെ ദർ ഈസ് എ അല്ലെങ്കിൽ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അപ്പോൾ രണ്ട് ഹൈപ്പോത്തസിസ് പറഞ്ഞു, ഒന്ന് നൾ ഹൈപ്പോത്തസിസും മറ്റൊന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. നെക്സ്റ്റ് ഇവിടെ ഹൈപ്പോത്തസിസിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അപ്പോൾ ഹൈപ്പോത്തസിസ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു വെൻ ഇറ്റ് ആക്ച്വലി ട്രൂ. അപ്പോൾ ആക്ച്വലി ട്രൂ ആകുമ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, അതാണെന്ത് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എന്താണ്, റിജക്റ്റിംഗ് ആണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. അല്ലേ, ആക്ച്വലി ഫാൾസ് ആകുമ്പോൾ ഒരു നൾ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.